Hi friends, Techispace Malayalam മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോക്കോ ഫോൺസ് എല്ലാം തന്നെ മാർക്കറ്റിൽ വലിയ ഹിറ്റ് ആവാറുണ്ട്. ഇപ്പോൾ റെഡ്മി പോക്കോ സീരീസിൽ 11,000 രൂപ ബഡ്ജറ്റിൽ പോക്കോ M3 പുറത്തിറക്കിയിരിക്കുകയാണ്. 6000 mAh ബാറ്ററിയും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോക്കോ M3 അൺബോക്സ് ചെയ്യാം. ഇതവണ യെല്ലോ കളർ ബോക്സിലാണ് പോക്കോ M3 എത്തിയിരിക്കുന്നത്. സാധാരണ ഒരു ബ്ലാക്ക് കളർ ബോക്സിലൊക്കെയാണ് പോക്കോ സെറ്റുകൾ വരാറുള്ളത്. ഇതിവിടെ യെല്ലോ കളർ ബോക്സിലാണ് വരുന്നത്. ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി, ഇത് 2 ദിവസം ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. 48 മെഗാപിക്സലിൻ്റെ AI ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്രോ ആൻഡ് ഡെപ്ത് ലെൻസസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 662 ചിപ്സെറ്റ് ആണ്. 2 GHz ഒക്ടാകോർ CPU ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 6GB LPDDR4X RAM, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഡുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓവർ വൈഫൈ, 8 മെഗാപിക്സലിൻ്റെ AI സെൽഫി ക്യാമറ, ടൈപ്പ് C റിവേഴ്സിബിൾ കണക്ടർ, UFS സ്റ്റോറേജ് സിസ്റ്റം. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 6GB RAM 64GB RAM വേരിയൻ്റ് ആണ്. പവർ ബ്ലാക്ക് കളർ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളങ്ങനെ ബോക്സിൻ്റെ സീൽ പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് പതിവ് പോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂൾ, ഡോക്യുമെൻറ്റേഷൻ, ഒരു മൊബൈൽ കേസും നമുക്ക് ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ കേസാണ് നമുക്ക് പോക്കോ M3യോടൊപ്പം ലഭിക്കുന്നത്. നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. ബാക്ക് സൈഡിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് പോക്കോ M3യിൽ നമുക്ക് ലഭിക്കുക. പെട്ടെന്ന് ഡേർട്ടൊക്കെ ആവാൻ സാധ്യതയുള്ളൊരു സർഫസാണ് നമുക്ക് ബാക്ക് സൈഡിൽ, ഫോണിൻ്റെ റിയർ സൈഡിൽ കാണാനായിട്ട് സാധിക്കുക. പോക്കോ M3യിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കമ്പനി ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ഇജക്ടർ ട്രേ. മുകളിൽ നമുക്കൊരു സ്പീക്കർ കാണാം, അതോടൊപ്പം തന്നെ ഇയർഫോൺ ജാക്ക്. താഴെയും നമുക്ക് രണ്ടാമത്തെ സ്പീക്കർ കാണാം. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പുറത്തൊരു മൈക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് കൂടെ കിട്ടിയ മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. ഒരുവിധം ക്വാളിറ്റിയുള്ള മൊബൈൽ കേസ് തന്നെയാണ് നമുക്ക് ബോക്സിൻ്റെ കൂടെ ലഭിക്കുക. പിന്നെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ആ ഒരു ഡിസൈൻ അത് കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്ന കേസ് തന്നെയാണ് നമുക്കിവിടെ കൂടെ ലഭിക്കുന്നത്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു ടൈപ്പ് C ചാർജർ കേബിൾ, 18 വോട്ടിൻ്റെ ചാർജർ ബ്രിക്കും ബോക്സിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഡിവൈസ് ഓൺ ചെയ്യാണ്. ഈ ഒരു ഡിവൈസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 9.6 mm ആണ്. വെയിറ്റ് വരുന്നത് 197 ഗ്രാമാണ്. ഒരു മീഡിയം വെയിറ്റ് ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഒരുപാട് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പ്രോക്സിമിറ്റി സെൻസർ, ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, ആക്സിലറോമീറ്റർ, ഇലക്ട്രോണിക് കോമ്പസ്, വൈബ്രേഷൻ മോട്ടർ, IR ബ്ലാസ്റ്റർ എന്നീ സെൻസേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. പോക്കോ M3 നമുക്ക് 3 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ എന്നീ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ നമുക്ക് 2 വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 6GB RAM 64GB വേരിയൻറ്റിന് 10,999 രൂപയാണ് പ്രൈസ് വരുന്നത്. 6GB RAM 128GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് 11,999 രൂപയാണ് പ്രൈസ് വരുന്നത്. പോക്കോ M3യുടെ എക്സ്ക്ലൂസീവ് സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. അങ്ങനെ ഡിവൈസ് ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. നമുക്ക് ഡിവൈസിൻ്റെ സാർ വാല്യൂ ഇവിടെ കാണാം. ഹെഡ് വെയ്റ്റ് 0.868, ബോഡി വെയ്റ്റ് 0.865. നമുക്ക് ഒത്തിരി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഗെയിംസൊക്കെ ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിച്ചു.
നമുക്ക് അത്തരം ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പോക്കോ M3യുടെ എബൌട്ട് ഫോൺ സെക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. MIUI വേർഷൻ 12 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 2020 December 1st. 64 GB ഇൻറ്റേർണൽ സ്പേസിൽ 16.4 GB, ഏകദേശം 17 GB സിസ്റ്റം ഓൾറെഡി റിസർവ്ഡ് ആണ്. ബാക്കി 47 GB ആണ് ഫ്രീ സ്പേസ് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് വഴി നമുക്ക് കൂടുതൽ സ്റ്റോറേജ് ലഭിക്കുന്നതാണ്. നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിൽ നമുക്ക് ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡാർക്ക് മോഡ് ഓപ്ഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം ഗ്യാപ്പ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ലെവലിലേക്ക് വരാണെങ്കിൽ നമുക്ക് പാസ്വേഡ്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഫേസ് അൺലോക്ക് എന്നീ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ സെക്കൻഡ് സ്പേസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് രണ്ടാമതൊരു പ്ലേ സ്റ്റോറും കൂടിയും ഇൻസ്റ്റാൾ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ സ്മൂത്തായിട്ട് തന്നെ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവും നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിലാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്കും ഒക്കെ വളരെ പക്കയായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പോക്കോ M3യിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പോക്കോ M3യിൽ നമുക്ക് ലഭിക്കുന്നത് 16.59 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. നമുക്ക് മാക്സിമം ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 Hz ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. പോക്കോ M3യിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് പ്രോസസ്സർ Adreno 610 ആണ്. നമ്മളൊരു സ്ലോ മോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ പോക്കോ M3യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് പോക്കോ M3യിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് പോക്കോ M3യിൽ മുകളിലും താഴെയായിട്ട് 2 സ്പീക്കേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് പോക്കോ M3യിൽ ലഭിക്കുന്നുണ്ട്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ലെവൽ നമുക്ക് പോക്കോ M3യിൽ ലഭിക്കുന്നുണ്ട്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പ്രോ മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, നൈറ്റ്, 48 MP ഷോർട്ട് വീഡിയോ, പനോരമ, ഡോക്യുമെൻറ്റ്, സ്ലോ മോഷൻ, ടൈം ലാബ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് എന്നീ മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720 1080p വീഡിയോസാണ് മാക്സിമം 30 ഫ്രെയിം/സെക്കൻഡിലാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് സെയിം തന്നെയാണ്, 720 1080p വീഡിയോസാണ് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. 30 ഫ്രെയിം/സെക്കൻഡ് മാത്രമാണ് നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളത്. പോക്കോ M3യിൽ നമ്മൾ പെട്ടെന്നെടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് ആണ് കാണുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോക്കോ M3യുടെ അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ് കണ്ടത്. വരും ദിവസങ്ങളിൽ നമ്മൾ പോക്കോ M3യുടെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, മറ്റു റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.